പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയിട്ടുണ്ട്. വീണ്ടും നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടിക്ക് വേണ്ടിയുള്ളതാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. ടിപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കമൻറ്റ് ഇതാണ്. ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ആദ്യം തന്നെ പിൻ ചെയ്ത് വെച്ചേക്കാം. തീർച്ചയായിട്ടും കാണണേ. ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടിക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് ധാരാളം മുടിക്ക് വേണ്ടിയുള്ള ടിപ്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യുക കേട്ടോ. എല്ലാം നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ പല ടിപ്സ് ഇടുന്നത്. ചിലപ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് മറ്റൊരാൾക്ക് ലഭ്യമാകണം എന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പല ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തേതിന് നമുക്ക് വേണ്ടത് ചെമ്പരത്തി പൂവാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ചെമ്പരത്തി പൂവില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കണേ. ഇപ്പോൾ എൻ്റെ വ്ളോഗ് കണ്ട പലർക്കും അറിയായിരിക്കും, എൻ്റെ കയ്യിൽ 2 ചെമ്പരത്തിയുടെ ചെടിയുണ്ട്. അതിൽ നിന്നും ഒരു കമ്പ് ദേ മേളോട്ട് വളർന്നു പോയേക്കുക. അത് കുറേ നാളായിട്ട് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഞാൻ പകുതിക്ക് വെച്ച് ഒടിച്ചെടുത്തതാണ് ഈ കമ്പ്. അപ്പോൾ ചെമ്പരത്തി പൂവെടുക്കുമ്പോൾ ചുമന്ന ചെമ്പരത്തി ഉണ്ടല്ലോ, അത് തന്നെ എടുത്താൽ ഏറ്റവും നല്ലത്. അതില്ല എന്നുണ്ടെങ്കിൽ ഏത് പൂവ് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ പൂവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല എടുക്കാം. ഇനി ഇലയും പൂവും വേണമെങ്കിൽ രണ്ടും മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. എല്ലാം നല്ല ഗുണം കിട്ടുന്നതാണ്. നമുക്ക് പലർക്കും അറിയാം ചെമ്പരത്തി ഇല താളിയായിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന്. എൻ്റെയൊക്കെ കുഞ്ഞിലെ എന്നും കുളിക്കുന്നതിന് മുമ്പ് കുറേ ചെമ്പരത്തി ഇല വെള്ളത്തിലിട്ട് നല്ലോലെ ഞെരിടി പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല കൊഴുത്ത ഒരു വെള്ളം കിട്ടും. ആ വെള്ളത്തിലായിരുന്നു തല കഴുകിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒത്തിരി ഇല വേണം. അപ്പോൾ അത്ര ഇലയൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇങ്ങനെ ആവുമ്പോൾ ഇല അധികം വേണ്ട. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു ടിപ്പാണിത്. ആദ്യം നമുക്ക് ഇല നന്നായിട്ട് കഴുകി എടുക്കണം. ഞാൻ പറഞ്ഞു പൂവുണ്ടെങ്കിൽ പൂവും എടുക്കാം. എത്രയും നിങ്ങളുടെ മുടിക്ക് ആവശ്യമായിട്ട് ഇല വേണോ അത്രയും എടുക്കാം. അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് തേങ്ങാപ്പാലൊഴിച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഒത്തിരി വെള്ളം ആവണ്ട, കാരണം മുടിയിൽ പിടിക്കണമല്ലോ. മുടിയിലും തലയോട്ടിയിലുമൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. തേങ്ങാപ്പാലാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചെമ്പരത്തി ഇല മാത്രമായിട്ടും അരച്ച് തേക്കാം കേട്ടോ. ഇത് മുടി നല്ല സോഫ്റ്റ് ആവാനും മുടി നന്നായിട്ട് വളരാനും സ്കാൽപ്പിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറാനും ഈ പറന്ന് കിടക്കുന്ന മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും ഏറ്റവും നല്ലൊരു ടിപ്പാണേ. മുടിക്കിടുന്ന ടിപ്പുകളെല്ലാം മുടിയുടെ വളർച്ചയും സഹായിക്കുന്നതാണ്. ഇത് നല്ല പേസ്റ്റ് ആക്കിയ ശേഷം ഞാൻ പറഞ്ഞു മുടിയിലും തലയോട്ടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയാം. കഴുകുമ്പോൾ ഷാമ്പു വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഇത് നല്ലൊരു താളി പോലെയാണ്. തലയിലെ എണ്ണമയം എല്ലാം നന്നായിട്ട് പോകും. ഇനി അതല്ല നിങ്ങൾക്ക് ഷാമ്പു ഇട്ട് കഴുകണം എന്നുണ്ടെങ്കിൽ കഴുകാം, കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ കുട്ടികൾക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഒരു 6-7 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ലേശം ഒന്ന് തേച്ച് നോക്കുക. പിന്നെ നീരിറക്കോ പനിയോ അങ്ങനെയൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യാം. കാരണം സൈഡ് എഫക്റ്റ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇതിൽ ഇല്ലല്ലോ. ഇത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണ്ട, അപ്പോഴപ്പോഴത്തേക്ക് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞു തേങ്ങാപ്പാലിൻ്റെ നിന്ന് നമ്മൾ ക്രീം ഉണ്ടാക്കിയില്ലേ, ആ ക്രീം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആദ്യം ഈ ഇല അരച്ചെടുത്ത ശേഷം അതിലേക്ക് ക്രീം മിക്സ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ചെയ്യാം. അതല്ല നിങ്ങൾക്ക് എപ്പോഴൊക്കെ പറ്റുന്നോ അപ്പോഴൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.